ആരാണെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. വളരെ പോപ്പുലർ ആയിട്ടുള്ള റീലോഡ് മീഡിയയുടെ സ്വന്തം എബിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. ഞാൻ ഈ പറഞ്ഞ പോലെ ആക്ഷൻ, ഫൈറ്റ്, വയലൻസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ. മെയിൻ ആക്ഷൻ. എനിക്ക് ആക്ഷൻ വേണം. എനിക്ക് അതാണ് നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ മാനേജ്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓൾഡ് സ്കൂൾ സെറ്റപ്പാണ്. ഒന്ന് എണീക്കാൻ വയ്യ, അന്ന് റിവ്യൂ ഇല്ല. മീൻസ് ആ ടൈം കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു. അതായത് നമ്മൾ കാണുമ്പോൾ നിങ്ങൾ മുയൽക്കുട്ടിയെ പോലെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ മറ്റേ പട്ടാളച്ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്. പണ്ട് 3 മണിക്കൂർ സിനിമ അടുപ്പിച്ച് കണ്ടവരാണ്. ഇപ്പോൾ ഒരു സീരീസിന്റെ ഒരു 10 മിനിറ്റ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിൽ മെയിൻ പ്രശ്നം നമ്മൾ പണ്ട് കണ്ടപ്പോൾ നമുക്ക് ഇത്രയും കണ്ടന്റ് ഫോണിലില്ല. ഇപ്പോൾ പുഷ്പ 2ന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ കോളേജിൽ പോയി പിള്ളേരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ ചിരിയോ ചമ്മലോ അങ്ങനെ അന്നത്തെ അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ അങ്ങനെയല്ല. ഒരു ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അവസ്ഥ എന്താണെന്നുള്ളത്. നിങ്ങൾ റിവ്യൂസും ചെയ്യാറുണ്ട്, റോസ്റ്റും ചെയ്യാറുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽസ് ഏതൊക്കെയാണ്? മലയാളത്തിൽ ചിലപ്പോൾ ഏറ്റവും ചെറിയ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ ആയിരിക്കും. 15 സെക്കൻഡ്, 10 സെക്കൻഡ്, 30 സെക്കൻഡ്. അത് ഇത്രയും നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇടും നമുക്കൊരു സാധനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അതായത് ഇങ്ങനെ ഇരിക്കുക. പിള്ളേരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല. അതേ പിള്ളേർ ഒരു സ്റ്റേജ് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നാൽ എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടി. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കേണ്ടത്. ഞാൻ ബ്രോനെ പുറത്തേക്ക് ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയും. ഏറി പോയിട്ട് സങ്കടം തോന്നിയ സിനിമ പുഷ്പ 2 സ്റ്റിൽ എനിക്കിഷ്ടമാണ്. പക്ഷെ ആർക്കും ഇഷ്ടമല്ല. ഫിനാൻഷ്യലി ഞാൻ വളരെ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഡൗൺ ആയിരുന്നു. ഡൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ BP കാർഡിൽപ്പെടുന്ന ആളാണ്. ഇപ്പം ഞാൻ AC റൂമിലിരുന്ന് റെക്കോർഡ് ചെയ്തതിന് മുമ്പ് പാലക്കാടിലെ ചൂടിൽ നിലത്ത് വെള്ളം തളക്കട്ടി കിടക്കും വേർത്തിട്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്ത സമയങ്ങളുണ്ട്. ഇപ്പം ഞാൻ മരിച്ചാലോ ജീവിച്ചാലോ ആർക്കും ഒരു പ്രശ്നമില്ല. അവർക്ക് കണ്ടന്റാണ്. ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. പണ്ട് തിയേറ്ററിൽ പോലെ സിനിമ കാണുന്നതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നതാണ് എൻ്റെ അമ്മ. ഒരു പോയിന്റ് വരെ ലിറ്ററലി ഒന്നും പറഞ്ഞിട്ടില്ല. 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇന്ന് എനിക്ക് സിനിമ ഇല്ല നിങ്ങോട്ട് ചോദിക്കും. ഇന്ന് ഞാൻ ഒരു SUV പോകുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സിലായ അന്ന് ഞാൻ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ പെയ്യുമ്പോൾ ഞാൻ ചിരിച്ചിട്ടാ പോവുക.